ഇന്ന് നല്ല ഒരു റൈസിൻ്റെ റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. കുട്ടികൾക്കെല്ലാം ലഞ്ച് ബോക്സിലും ഹെൽത്തി ആയിട്ട് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൈഡ് റൈസാണ്. പനീർ ഫ്രൈഡ് റൈസാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ 1 കപ്പ് ബസുമതി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം. കഴുകി നമുക്ക് ഒരു അരമണിക്കൂർ കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കണം. അരമണിക്കൂർ കുതിർത്ത അരി നമുക്ക് ഇനിയൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുക്കണം. ഒരു 1/4 വേവാവുന്ന വരെ നമുക്കതൊന്ന് വേവിച്ച് വാർത്ത് വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പനീർ ഒന്നിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പെപ്പറും ഉപ്പും ചേർത്ത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ ഓയിലിൽ തന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ സവോള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ആണെങ്കിൽ നന്നായിരിക്കും. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒരു ചെറിയ സവോളയാണ്, വളരെ കനം കുറച്ച് അരിഞ്ഞ ഒരു ചെറിയ സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് 4ആയി കീറിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ആ പച്ചമണം എല്ലാം പോകുന്ന വരെ മാത്രം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് പെപ്പർ, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി കൂടെ ചേർത്ത് കൊടുക്കാം. അരി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പനീർ കൂടെ ചേർത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് സോയ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. സോയ സോസ് കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല ഫ്ലെയിമിലിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നല്ലപോലെ ചൂട് കയറി വരണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് പെപ്പർ ചേർത്ത് കൊടുക്കാം. പെപ്പർ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വിനേഗർ കൂടെ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പനീർ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനെല്ലാം കൊടുത്തുവിടാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.